ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഏറ്റുമുട്ടൽ ഒരു ഭീകരനെ വധിച്ചു സുരക്ഷാ സേന. വനമേഖലയിൽ ഇനിയും ഭീകരരുണ്ട് എന്നാണ് വിവരം. ഏറ്റുമുട്ടൽ തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട 3 ഭീകരർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം, ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയവരിൽ ഹാഷിം മൂസ, അലിഭായ് അടക്കമുള്ളവരുടെ ചിത്രങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളുണ്ടോ? ഈ ഏറ്റുമുട്ടൽ കൊലപ്പെടുത്തിയ ഭീകരന് ഈ പഹൽഗാവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ബൽറാം. ഹാഷ്മി, നിലവിൽ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട 3 ഭീകരരുടെ ലുക്കൌട്ട് നോട്ടീസാണ് സുരക്ഷാ സേന പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഈ ഹാഷിം മൂസയടക്കം തിരിച്ചറിഞ്ഞ 3 ഭീകരവാദികളുടെ പേരിലാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതാണ് ഈ ലുക്കൌട്ട് നോട്ടീസ്. അതേസമയം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ള ഭീകരവാദികളുമായാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്നാണ് സുരക്ഷാ സേനയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ അതിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരവാദികളാണോ, ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ഭീകരവാദികളാണോ എന്നതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു മറുപടി സുരക്ഷാ സേനയിൽ നിന്നും ലഭിച്ചിട്ടില്ല. കാരണം ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് ഈ പ്രദേശത്ത്. ഈ മേഖലയിൽ ഷോപ്പിയാനിലെ വനമേഖലയിലാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. സെന്റ് പത്തർ കെല്ലർ വനമേഖലയിൽ വെച്ചാണ് ഈ ഏറ്റുമുട്ടൽ. ഭീകരവാദികൾ ഈ മേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. തുടർന്നാണ് ഈ മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചത്. തെരച്ചിലിനിടെ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ഒരു ഭീകരവാദിയെ സുരക്ഷാ സേന വധിക്കുകയുമായിരുന്നു. പ്രദേശത്ത് ഇപ്പോഴും 3 ഭീകരവാദികൾ കൂടി ഈ താവളത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് സുരക്ഷാ സേന കണക്കാക്കുന്നത്. ഈ പ്രദേശം മുഴുവനായും വളഞ്ഞ് തെരച്ചിൽ നടത്തുകയാണ് ഇപ്പോൾ. അതേസമയം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരിൽ പങ്കെടുത്ത ഭീകരരാണോ എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു വിശദീകരണം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് പ്രദേശത്ത്. ഹാഷ്മി. ബൽറാം, ഈ പഹൽഗാം ഭീകരവാദികൾ എവിടെയാണ് എന്ന ചോദ്യം അത് കൂടുതൽ സജീവമായി ഉയരുന്ന ദിവസങ്ങളാണ്. കോൺഗ്രസും പ്രതിപക്ഷവും അത് വളരെ ആക്റ്റീവായി തന്നെ ചോദിച്ചു തുടങ്ങുന്നു. അത് മാത്രമല്ല, അത് രാജ്യത്തിൻ്റെ ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. കാര്യം നമ്മുടെയൊക്കെ മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരു വലിയ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അവരുടെ തെരച്ചിലിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഈ പഹൽഗാമിന് ചുറ്റുമുള്ള വളരെ വിശാലമായ വനമേഖലയിൽ ഇഞ്ചോടിഞ്ച് പരിശോധന നേരത്തെ ഈ ഏറ്റുമുട്ടൽ ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നടത്തിയിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ടോ അതേ ഇൻറ്റൻസിറ്റിയിൽ? ബൽറാം. ഹാഷ്മി, ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ടും NIA-യുമായി ബന്ധപ്പെട്ടും നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. എന്നാൽ പുതിയ ഒരു അപ്ഡേറ്റ്സ് ഒന്നും ഈ കാര്യത്തിൽ പങ്കുവയ്ക്കാനില്ല എന്നാണ് ഈ ഏജൻസികൾ അറിയിക്കുന്നത്. ഹാഷിം മൂസ, അലിഭായ്, ഒപ്പം തന്നെ ആദിൽ തോക്കർ എന്നീ 3 പേരെയാണ് ഈ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അവരുടെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഭീകരർക്ക് പ്രാദേശികമായ സഹായം ലഭിക്കുന്നുണ്ട് എന്ന് ഏജൻസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് തടയാൻ ആവശ്യമായ നടപടികൾ പുരോഗമിക്കുകയാണ്. ഭീകരർക്ക് വേണ്ടി തെരച്ചിൽ സജീവമായി തന്നെ ഈ നാട്ടിലും കാട്ടിലും നടക്കുകയാണ്. പ്രധാനമായും ഇവർക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇവരുടെ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ഇവർക്ക് സഹായം ചെയ്ത് നൽകുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരക്കാരെ കണ്ടെത്താനും അവർക്കെതിരെ നടപടിയെടുക്കാനും അവർക്ക് ഇത്തരം സഹായം ലഭിക്കുന്നത് തടയാനുമുള്ള നടപടികളാണ് ഇപ്പോൾ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവർക്ക് എതിരായി ഒരു അല്ലെങ്കിൽ ഇവർക്ക് കണ്ടെത്തുന്നതിനായുള്ള ഒരു ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ളവ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഭീകരവാദ സാന്നിധ്യം ഏറ്റവും, അല്ലെങ്കിൽ പ്രാദേശിക ഭീകരവാദികളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉള്ള അനന്ത്നാഗ്, പുൽവാമ അടക്കമുള്ള ഇടങ്ങളിൽ തന്നെയാണ് ഇത്തരം നോട്ടീസുകൾ പതിച്ചിരിക്കുന്നതും. ഹാഷ്മി. ഓക്കെ. അപ്പോൾ അവിടെ ഷോപ്പിയാനിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ഒരു ഭീകരവാദിയെ സൈന്യം വധിച്ചു. 3ഓളം ഭീകരവാദികളെ സൈന്യം വളഞ്ഞിട്ടുണ്ട്. അത് ഈ പഹൽഗാവുമായി നേരിട്ട് പോലെ ബന്ധമുള്ള ഭീകരവാദികളാണോ എന്ന കാര്യം വ്യക്തമാകട്ടെ. എന്തായാലും ഹാഷിം മൂസ അടക്കം ഈ പറയുന്ന ബൈസൺ വാലിയിൽ അധമ പ്രവർത്തനത്തിന് നേരിട്ട് പങ്ക് പറ്റിയവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. അവർക്ക് ലുക്കൌട്ട് നോട്ടീസ് അടക്കം 20 ലക്ഷം രൂപ അവരെപ്പറ്റി വിവരം നൽകുന്നവർക്ക് പാരിതോഷിക പ്രഖ്യാപനം അടക്കമുണ്ട്.